ഹിമാചൽ പ്രദേശിന്റെ മടിത്തട്ടിൽ പച്ചപ്പും മഞ്ഞും ഒരേപോലെ പുതച്ചു നിൽക്കുന്ന ഒരു വിസ്മയലോകമുണ്ട് കിന്നൌർ. സഞ്ചാരികളുടെ പറുദീസ എന്ന് വിളിക്കപ്പെടുന്ന ഈ ദേശം വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് പ്രകൃതിയും ആത്മീയതയും അതിർത്തി കാക്കുന്ന പട്ടാളക്കാരന്റെ കരുത്തും ഒത്തുചേരുന്ന ഒരിടമാണ്. ഷിംലയിൽ നിന്ന് ഹിന്ദുസ്ഥാൻ ടിബറ്റ് റോഡിലൂടെ NH5 മുകളിലേക്ക് കയറുമ്പോൾ ഓരോ വളവിലും കാത്തിരിക്കുന്നത് ശ്വാസം നിലച്ചുപോകുന്ന കാഴ്ചകളാണ്. കിന്നൌറിലെ യാത്ര തുടങ്ങുന്നത് തന്നെ കൽപ്പ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാകണം. പുലർച്ചെ എഴുന്നേറ്റ് ജനൽവാതിൽ തുറക്കുമ്പോൾ മുന്നിൽ കാണുന്നത് സ്വർണ്ണനിറത്തിൽ തിളങ്ങുന്ന കിന്നൌർ കൈലാഷ പർവ്വതനിരകളാണ്. സൂര്യരശ്മികൾ ആ മഞ്ഞുശിഖരങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നത് കാണുമ്പോൾ മനസ്സ് അറിയാതെ ഒന്ന് ശാന്തമാകും. കൽപ്പയിലെ പ്രശസ്തമായ ആപ്പിൾ തോട്ടങ്ങളിലൂടെയുള്ള നടത്തം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. ചുവന്നുതുടുത്ത ആപ്പിളുകൾ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഒരു മായാലോകത്തെത്തിയതുപോലെ തോന്നും. കൽപ്പയിൽ നിന്ന് അല്പം മാറിയാണ് വിനോദസഞ്ചാരികളെ ഭയപ്പെടുത്തുകയും എന്നാൽ ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന സൂയിസൈഡ് പോയിന്റ്. പേര് കേട്ട് പേടിക്കണ്ട, സാഹസികർക്ക് ഇതൊരു ആഘോഷമാണ്. കുത്തനെയുള്ള പാറക്കെട്ടുകളും അതിനു താഴെയുള്ള അഗാധമായ താഴ്വരയും ക്യാമറ കണ്ണുകൾക്ക് എന്നും വിരുന്നാണ്. റോഡരികിലെ ആ വലിയ കൊക്കയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതിയുടെ വന്യമായ സൗന്ദര്യം നമുക്ക് ബോധ്യപ്പെടും. ബാസ്പ നദിയുടെ തീരത്തുകൂടിയുള്ള യാത്ര നമ്മെ എത്തിക്കുന്നത് ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമമായ ചിത്കുലിലേക്കാണ്. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഗ്രാമം കാലം തട്ടാത്ത ഒരു നിധി പോലെയാണ്. അവിടുത്തെ മരത്തിൽ തീർത്ത വീടുകളും പരമ്പരാഗത വേഷമണിഞ്ഞ ഗ്രാമീണരും ഒഴുകി നീങ്ങുന്ന മേഘങ്ങളും ഒരു സിനിമയിലെന്ന പോലെ നമുക്ക് മുന്നിൽ തെളിയും. ചിത്കുലിലെ പ്രശസ്തമായ ഇന്ത്യയിലെ അവസാനത്തെ ചായക്കടയിൽ ഹിന്ദുസ്ഥാൻ കാ അഖ്രി ധാബ നിന്ന് ഒരു കപ്പ് ചായ കുടിക്കുന്നത് ഓരോ സഞ്ചാരിയുടെയും സ്വപ്നമാണ്. കിന്നൌറിന്റെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ മനുഷ്യരും അവരുടെ വിശ്വാസങ്ങളുമാണ്. താഴെ താഴ്വരകളിൽ ഹിന്ദു ക്ഷേത്രങ്ങളും മുകളിലേക്ക് പോകുന്തോറും ബുദ്ധവിഹാരങ്ങളും മോണസ്ട്രീസ് മാറി മാറി വരുന്നത് കാണാം. നാഗോ എന്ന ഗ്രാമത്തിലെത്തുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്താണെന്ന് തോന്നും. മരുഭൂമിക്ക് സമാനമായ ഭൂപ്രകൃതിയും ശാന്തമായ നാഗോ തടാകവും അവിടുത്തെ പുരാതനമായ ബുദ്ധമഠങ്ങളും സമാധാനം തേടുന്നവർക്ക് അനുയോജ്യമായ ഇടമാണ്. കിന്നൌർ ഒരു സാധാരണ യാത്രയല്ല, അതൊരു തിരിച്ചറിവാണ്. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച റോഡുകളിലൂടെയുള്ള യാത്ര നിങ്ങളെ ഭയപ്പെടുത്തിയേക്കാം. പക്ഷേ ആ യാത്ര അവസാനിക്കുന്നത് സ്വർഗതുല്യമായ കാഴ്ചകളിലേക്കാണ്. ഹിമാലയത്തിന്റെ തണുപ്പും കിന്നൌറി തൊപ്പിയണിഞ്ഞ മനുഷ്യരുടെ പുഞ്ചിരിയും കുന്നിറങ്ങി വരുന്ന ആപ്പിൾ മണമുള്ള കാറ്റും എന്നും നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി പ്രകൃതിയുടെ മടിത്തട്ടിൽ കുറച്ചു ദിവസം ചിലവഴിക്കണമെന്നുണ്ടെങ്കിൽ കിന്നൌറിലേക്ക് വണ്ടി കയറാം. കാരണം അവിടെ കാത്തിരിക്കുന്നത് വെറുമൊരു സ്ഥലമല്ല, ഒരു വികാരമാണ്.